ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്ന് നിങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളത് നമ്മുടെ നാട്ടിലെ ഒരു സ്പെഷ്യൽ റെസിപ്പി പരിചയപ്പെടുത്താനാണ് കേട്ടോ. കോഴിക്കോട്, മലപ്പുറം ജില്ലകളുടെ ചില ഭാഗത്ത് മാത്രമാണ് നമ്മുടെ ഈ കക്ക ഞങ്ങൾ വെക്കുന്ന ഈ ഒരു സ്റ്റൈലിൽ വെക്കാറുള്ളൂ. അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഇത് വളരെ ചെറിയ കക്കയാണ്, അതായത് എരുന്ത് എന്നാണ് കേട്ടോ നമ്മുടെ നാട്ടിലേക്ക് പറയാം. അപ്പോൾ ഇത് നമ്മൾ മേടിച്ചു, ഒരു നാഴിയാണ് കേട്ടോ നമ്മൾ മേടിച്ചുള്ളൂ. കാരണം എൻ്റെ വീട്ടിൽ ഇത് അധികം ആർക്കും ഇഷ്ടമല്ല. എനിക്കിത് ഭയങ്കര ഫേവറേറ്റ് ആണ്, അതുകൊണ്ട് അച്ഛൻ മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ അതിലേക്കുള്ള കൂട്ടാണ് അമ്മ ദാ റെഡിയാക്കി വെച്ചിട്ടുള്ളത്. കുറച്ച് സവാളയും കുറച്ചൊരു ടൊമാറ്റോയും കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ തേങ്ങ അരച്ച് വെച്ചു, ചെറിയുള്ളി ചേർത്തിട്ട്. പിന്നെ ഇത് നല്ലതുപോലെ വാഷ് ചെയ്യണം, കാരണം നമ്മളിത് അതേപടിയാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ഫ്ലഷ് ഒന്നും എടുക്കുന്നില്ല, ആ രീതിയിലല്ല കുക്കിങ്. ഇതിങ്ങനെ തന്നെ വെക്കാൻ പോകണം. അപ്പോൾ ഇതിൻ്റെ മേലെ കുറച്ച് മണലും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ല രീതിയിൽ അത് നല്ല ഉരച്ചൊരച്ച് വാഷ് ചെയ്യണം ഒരുപാട് തവണ കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളിതേ ആ ഉള്ളിയും തക്കാളിയും നമ്മൾ മുളകും മഞ്ഞളും ചേർത്ത് തിളപ്പിച്ച് ഒരു ഗ്രേവി ഉണ്ടാക്കിയെടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ കക്ക അതേപോലെ ആഡ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ചിലരൊക്കെ അയ്യേ ഇതെന്താണ് ഇതിൻ്റെ ഉള്ളിലെ വേസ്റ്റ് കളയാതെ ഉണ്ടാക്കുന്നത് എന്നൊക്കെ തോന്നാം. പക്ഷേ നമ്മുടെ നാട്ടിലേക്ക് ഇത് ഇങ്ങനെ വെക്കാറുണ്ട് കേട്ടോ. അതേസമയം നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ഓപ്പൺ ചെയ്ത കക്കയാകുമ്പോൾ അതിൻ്റെ നമ്മുടെ വേസ്റ്റ് കളഞ്ഞിട്ടേ നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ. പക്ഷേ ഇത് വളരെ ചെറിയ കക്കയാണ്, അതുകൊണ്ടാണ് ഇത് എരുന്ത് എന്ന് പറയുന്നത്. ഇത് ഈ സ്റ്റൈലിലാണ് നമ്മുടെ വീട്ടിൽ വെക്കാറുള്ളത്. നമ്മുടെ നാട്ടിലും ഇങ്ങനെ തന്നെയാണ്. അതേപോലെ തന്നെ ഇത് അതേപോലെ ചക്കപ്പുഴുക്കിലിട്ടും വേവിക്കാറുണ്ട് കേട്ടോ. പക്ഷേ അത് കുറച്ച് റിസ്കി ആയിട്ട് തോന്നാറുണ്ട്. ചിലപ്പോൾ ചക്കപ്പുഴുക്കിൻ്റെ കൂടെ നമ്മൾ ഇതിൻ്റെ തോട് കഴിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പിള്ളേർക്കൊക്കെ കൊടുക്കുമ്പോൾ അത് ഡേഞ്ചറാണ്. അങ്ങനെ നമ്മൾ അതിലേക്ക് നല്ല തേങ്ങ അരപ്പും കൂടി ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. നമ്മളിതൊക്കെ വിറകടുപ്പിലാണേ ഉണ്ടാക്കാറുള്ളത്. അമ്മ പല ഇങ്ങനത്തെ റെസിപ്പീസൊക്കെ അതിനൊരു സ്പെഷ്യൽ ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ ഇതിനിപ്പോൾ വീഡിയോ ഞാൻ പലരും നമ്മുടെ നാട്ടിലൊക്കെ പലരും ഇങ്ങനെ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ അപ്ലോഡ് ചെയ്യുമ്പം പലരും ഇതേപോലെ നെഗറ്റീവ് പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എന്താ ചെയ്യുക, നമ്മുടെ നാട്ടിലേക്ക് ഈ ചെറിയ ഇനം കക്കകൾ ഈ രീതിയിലാണ് കേട്ടോ വെക്കാറുള്ളത്. ഒരു തവണയെങ്കിലും നിങ്ങളിത് കഴിച്ചു നോക്കൂ, അടിപൊളി ടേസ്റ്റാണ്. പിന്നെ നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പം ഇതൊന്ന് ട്രൈ ചെയ്യാത്തവരെല്ലാവരും ട്രൈ ചെയ്യുക, നമ്മളെ ഫോളോ ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ.